മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന നിയുക്ത മെത്രാപ്പോലിത്തയായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഹദോസിന്റെ അംഗീകാരത്തോടെ സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പായി നിയമിച്ചു. ഈ നിയമന പ്രഖ്യാപനം 2025 മെയ് 30 ഉച്ചകഴിഞ്ഞ് 3:30 പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രൽ വെച്ച് നടന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനസ് എപ്പിസ്കോപ്പ നിയമന കൽപ്പന വായിച്ചു. With a heart filled with profound gratitude to the Lord Almighty for all the blessings granted to the Apostolic Syro-Malankara Catholic Major Archiepiscopal Church, I, Basilios Cardinal Clemis, the Major Archbishop Catholicos, the Syro-Malankara Catholic Major Archieparchal Church, joyfully make known to you the new canonical provision for the Eparchy of Mavelikara. The Synod of Bishops of the Syro-Malankara Catholic Church, convened at Catholic Center Pattam from the 10th to the 14th of March 2025, has under the guidance of the Holy Spirit and in faithful discernment elected on the 13th of March 2025 His Excellency Dr. Matthews Mar Polycarpos, Auxiliary Bishop of the Major Archdiocese of Trivandrum, as the canonical successor to the Most Reverend Dr. Joshua Mar Ignatius, the present Bishop of Eparchy of Mavelikara. അഭിമന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലീത്ത മാവേലിക്കര ഭദ്രാസന അധ്യക്ഷസ്ഥാനം വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. നിയുക്ത മാവേലിക്കര ഭദ്രാസന അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ ജൂൺ 29 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മാവേലിക്കര പുന്നമൂട് സെന്റ് മേരീസ് കത്തീഡ്രൽ വെച്ച് നടത്തപ്പെടും. സമാധാനാഹ്വാനവുമായി പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. സമാധാനം സ്ഥാപിക്കാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കുവാനും മെയ് 28 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ വെച്ച് തീർത്ഥാടകരും സന്ദർശകരുമായ പൊതുസമൂഹത്തിന് പൊതു കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. യുക്രൈനിലും ഗാസയിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും നടന്നുവരുന്ന യുദ്ധം അവസാനിപ്പിക്കുവാനും സമാധാനത്തിനായുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും മുൻപ് പലരും നടത്തിയ അഭ്യർത്ഥന കൂടുതൽ ശക്തമായി പാപ്പ ആവർത്തിച്ചു. അന്നേ ദിവസം പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പോലീത്ത പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയെ സന്ദർശിക്കുകയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്തു. സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തപ്പെട്ടു. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ട വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ മെയ് 25 കോഴിക്കോട് സെന്റ് ജോസഫ് സിറ്റി ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും KCBCയുടെ അധ്യക്ഷനുമായ മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ സംബന്ധിക്കുകയും വചന സന്ദേശം നൽകുകയും പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്തു. കോഴിക്കോട് രൂപത അതിരൂപതയായി ചക്കാലക്കൽ വർഗീസ് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലായി കോഴിക്കോട് രൂപതാംഗങ്ങൾ കോഴിക്കോട് അതിരൂപതാംഗങ്ങളായി ഉയർത്തപ്പെട്ടു. ദൈവം ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു, ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു. വർഗീസ് ചക്കാലക്കൽ പിതാവ് പുരോഹിതനായി, വൈദിക സെമിനാരിയിൽ അധ്യാപകനായി, കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി, കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായി, കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പായി
ദൈവനിയോഗത്തിൻ്റെ ഒരു പുതിയ ശുശ്രൂഷ മേഖലയിൽ പിതാവ് നിയോഗിതനായിരിക്കുന്നു. ഭരണപരമായ ഒരു മാറ്റമെന്നതിനേക്കാൾ തിരുവചനപ്രകാരമുള്ള ഒരു പുതിയ ദൈവിക നിയോഗം പിതാവ് പ്രാപിക്കുന്നതിൻ്റെ വിശുദ്ധമായ കൂദാശയും നിമിഷവുമാണിത്. കൂദാശ ചെയ്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ കൊട്ടാരക്കര വൈദിക ജില്ലയിലെ ആവണീശ്വരം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ മെയ് 24-ന് സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷനുമായ മോറാൻമോർ ബെസീലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലീത്തായുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. മേജർ അതിഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന് ആന്ധ്രാപ്രദേശിൽ പുതിയ ഭവനം. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം സെന്റ് ജോസഫ് പ്രൊവിൻസിന് ആന്ധ്രാപ്രദേശ് ഓങ്കോലയിൽ പുതുതായി പണി കഴിപ്പിച്ച സെയിന്റ് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിന്റെ കൂദാശ മെയ് 17-ന് പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിസ് മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ് ഫ്രാൻസിസ്, ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ ജസീന എന്നിവർ നേതൃത്വം നൽകി. മിസിയോ 2025 നടത്തപ്പെട്ടു. തിരുവല്ല അതിഭദ്രാസനത്തിലെ NCA തിരുവല്ല മേഖലയുടെ ആഭിമുഖ്യത്തിൽ മിസിയോ 2025 എന്ന പേരിൽ പൂനെ കട്കി ഭദ്രാസനത്തിലെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ മിഷൻ കേന്ദ്രങ്ങൾ മെയ് 18 മുതൽ 27 വരെ സന്ദർശനം നടത്തി. തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രൽ വെച്ച് ഫാദർ സന്തോഷ് അഴകത്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത യാത്രയിൽ അതിഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിജു പാലത്തിങ്കൽ ആശംസകൾ നേർന്നു. തുടർന്ന് വിവിധ മിഷൻ സെന്ററുകൾ സന്ദർശിക്കുകയും 10 ടൈലറിംഗ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ ആവശ്യമായ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളും വിതരണം ചെയ്യുകയും ചെയ്തു. മെയ് 25-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന MCA മിഷൻ കൂട്ടായ്മയിൽ മിഷനിലെ കുട്ടികളും ടീം അംഗങ്ങളും ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സഭാതല പ്രസിഡന്റ് ശ്രീ SR ബൈജു, മേഖലാ പ്രസിഡന്റ് ശ്രീ ബിജു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. 18-അംഗ ടീമാണ് സന്ദർശനം നടത്തിയത്. ക്രമീകരണങ്ങൾക്ക് തിരുവല്ല മേഖല വൈദിക ഉപദേഷ്ടാവ് ഫാദർ മാത്യു വാഴയിൽ, പ്രസിഡന്റ് ശ്രീ ബിജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.